ഇന്ന് ദുനിയാവിന്റെ പുറത്ത് നമ്മൾ അനുഭവിക്കുന്ന പല വാർത്തകളും പാതിരാത്രി വരുന്നതാണ്. ഇതെന്നു പറഞ്ഞു 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ വല്ലാത്ത പേടിപ്പെടുത്തുന്ന വാർത്തകൾ കടന്നു വരും എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആ കാലഘട്ടം നിങ്ങളെ പറ്റിയല്ല. 2020, 22, 23, 24, 25 കാലഘട്ടത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, എന്റെ റസൂലുള്ളാഹിന്റെ അധരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമുത്തുകളാണ് എന്ന് പറയുമ്പോ സ്വഹാബത്ത് നിശബ്ദരായിരിക്കുകയാണ്. അതേത് കാലഘട്ടമാ? അവസാന കാലഘട്ടത്തിലാണ്. സ്വഹാബത്ത് ചോദിച്ചു, സെയ്ദ് ബിൻ അസ്ലമേ, എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പേടിപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നത്, സങ്കടങ്ങൾ വരുന്നത്, വേദനകൾ വരുന്നത്? സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ ഒരു മിനിറ്റ് മിണ്ടാതെ ഇരിക്കുകയാണ്. തല കുനിച്ചിരുന്നിട്ട് ആ തല ഉയർത്തിയിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ അടിമകൾ ഇബാദത്ത് കുറയുന്ന ഒരു സമയം വന്നാ, നിസ്കാരം കുറയുന്ന ഒരു സമയം വന്നാ, സ്വതക്ക കുറയുന്ന ഒരു സമയം വന്നാൽ, അല്ലാഹുവേ പടച്ചവന്റെ ഖുർആനിലൂടെ പറഞ്ഞതിനെയൊക്കെ മറന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉമ്മത്ത് വന്നാ അവര് പേടിക്കണമല്ലോ, അവര് പേടിച്ചുകൊണ്ട് കടന്നു വരണമല്ലോ. ആ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ പല വാക്കുകളിലും അവര് പേടിക്കേണ്ടി വരുമെന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹ് പറഞ്ഞ വാക്കാണ്. പടച്ച തമ്പുരാൻ മുത്തുനബിയോട് പറഞ്ഞിട്ടുള്ളതാ. അതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അല്ലാഹു പറയുന്നു, അന മാലികുൽ മുൽക്ക്, ഈ ലോകത്ത് എന്തൊക്കെയാണോ അടക്കി ഭരിക്കാനുള്ളത് അതിനെ മുഴുവനും അടക്കി ഭരിക്കുന്നത് ഞാനാ എന്ന് പറഞ്ഞിട്ട് റബ്ബ് പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, വമാലികുൽ മുലൂക്, ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് രാജ്യങ്ങളാണോ ആ രാജ്യങ്ങളെ മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ആരൊക്കെയായാലും ആ ഭരണാധികാരികളുടെ മുകളിൽ അവരെ ഭരിക്കുന്നത് ഞാനാ. അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാത്തവരിലാഹില്ലല്ലോ. ഈ അണ്ടകടാഹത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നത് ഞാനാ. ഈ രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികളെ ഭരിക്കുന്നത് ഞാനാ എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയുന്ന ഇനിയുള്ള വാക്കാണ് മനസ്സിലാക്കാനുള്ളത്. വ ഇന്നൽ ഇബാദ ഇദാ അതാഊനി ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിസ്സഖ്തതി ബിർറഅഫതി വറഹ്മാ. അല്ലാഹുവിന്റെ വാക്കാണ്, ഒരിക്കലും തട്ടിക്കളയാൻ പറ്റൂല. വ ഇന്നൽ ഇബാദ, ഈ കാശ്മീർ എന്ന് പറയുന്ന ചെറിയ ഒരു സ്ഥലത്ത് ഇന്നിവിടെ തിങ്ങിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പെങ്ങളെ, ചെറുപ്പക്കാരാ, നമ്മളെ വിളിച്ചുകൊണ്ട് റബ്ബ് അവിടെന്ന് പറയുകയാണ്, പടച്ച തമ്പുരാന്റെ അടിമകൾ അല്ലാഹുവിനെ വഴിപ്പെട്ടാൽ പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്നുള്ള ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങി കേൾക്കുമ്പോ ഓടി വന്നുകൊണ്ട് വുളുവെടുത്തുകൊണ്ട് നിസ്കരിക്കുന്നവരായാൽ ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഅഫതി വറഹ്മാ. പടച്ച തമ്പുരാൻ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ നിസ്കരിക്കുന്നവരായ, നിങ്ങൾ നോമ്പ് നോക്കുന്നവരായ, നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരായ, പടച്ചവന്റെ പള്ളിക്കൊക്കെ വേണ്ടി ചോദിക്കുമ്പോ അകമഴിഞ്ഞുകൊണ്ട് കൊടുക്കുന്നവരായ ബിർറഅഫതി വറഹ്മാ, ആ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഹൃദയത്തിന്റെ ഉള്ളില് ആ രാജ്യത്തുള്ള പ്രജകളോട് ഞാൻ കാരുണ്യത്തെ ഇട്ടുകൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞ വാക്ക് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. പറയാണ്, എന്റെ അടിമകൾ എന്നെ അനുസരിക്കാണോ, എനിക്ക് വേണ്ടി നിസ്കരി, അതാണും പെണ്ണും ശരി. സഹോദരാന്ന് വിളിച്ചോണ്ട് ഉമ്മമാര് ഒഴിവായില്ലട്ടോ. വീടിന്റെ ഉള്ളിൽ ബാങ്ക് കേൾക്കുമ്പോ നിസ്കരിക്കുന്ന ഉമ്മ, വീടിന്റെ ഉള്ളിൽ ബാങ്ക് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലുന്ന, ദിക്ർ ചൊല്ലുന്ന പെങ്ങൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഭയപ്പാടിനെ പേടിക്കേണ്ടി വരും. എത്ര കാലം മുമ്പ് പറഞ്ഞു വെച്ചതാ സംഭവിക്കുകയാണ്.
അല്ലാ പറയാ, നിങ്ങൾ അങ്ങനെ എന്നിലേക്ക് അടുത്തോ. അങ്ങനെ അടുത്ത് വന്നാൽ ബിർറഅഫത്തി വറഹ്മ, നിങ്ങളെ ഭരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഞാൻ കാരുണ്യം കൊടുക്കും. കാരണം അന മാലിക്കുൽ മുലൂക്, അവരെ ഭരിക്കുന്ന ഞാനാണ്, അവരെ ഭരിക്കുന്ന ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വഴിപ്പെട്ടോ. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹം ഇട്ട് കൊടുക്കുക. അല്ലാ പറയാൻ നമുക്ക് സമയമില്ല. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, വ ഇന്നൽ ഇബാദ ഇദാ അസൗനി ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിസ്സഖ്തതി വന്നിഖുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്റെ അടിമകൾ എന്നെ അനുസരിക്കാതിരുന്നു പോയാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ കടിഞ്ഞുപോയ പരിശുദ്ധമായ റമദാനിൽ തഹജ്ജുദിന് മുമ്പ് നമ്മൾ ഓടി വന്നുകൊണ്ട് മുളവെടുത്തുകൊണ്ട് കാശ്മീർ പള്ളിയുടെ അകത്തട്ടിൽ നമ്മൾ കടന്നിരുന്നവരാണ്. നമ്മൾ ഖുർആൻ ഓതിയവരാണ്, നമ്മൾ നിസ്കരിച്ചവരാണ്, നമ്മൾ സുജൂദ് ചെയ്തവരാണ്, തസ്ബീഹ് നിസ്കരിച്ചവരാ, തഹജ്ജുദ് നിസ്കരിച്ചവരാ. റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ സുബഹി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് ഒരാളും മനസ്സുകൊണ്ട് കരുതരുത്. അല്ലാഹു പറയുന്നു, വ ഇന്നൽ ഇബാദ ഇദാ അസൗനി, എന്റെ അടിമകൾ എന്നെ വഴിപ്പെടാതിരുന്ന, എന്നെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിസ്സഖ്തതി വന്നിഖുമാ. ആ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ, ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ ഹൃദയത്തിന്റെ അകത്തട്ടില് ബിസ്സഖ്തതി വന്നിഖുമാ, ആ രാജ്യത്തുള്ള പ്രജകളോട് ഞാൻ വെറുപ്പിനെ ഇട്ടുകൊടുക്കും, നിങ്ങളോട് ദേഷ്യത്തെ ഇട്ടുകൊടുക്കും. അള്ളാഹുവിന്റെ വാക്കാ. അങ്ങനെ ആ ഭരണാധികാരികളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ അങ്ങ് വെറുപ്പിനെ ഇട്ടാ ഫസാമൂഹും സൂഅൽ അദാബ്, അവര് അക്രമങ്ങൾ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കും. ആ സമയത്താണ് പൗരത്വ ബില്ല് വരുന്നത്, അപ്പോഴാണ് വഖഫിന്റെ നിയമങ്ങൾ വരുന്നത്. അല്ലാഹ് പറയുന്നു, എന്റെ അടിമകള് എന്നെ അനുസരിക്കാതെ കടന്നു പോയാൽ, നിസ്കരിക്കാതെ കടന്നു പോയാ, റബ്ബിനെ മതിമറന്നിട്ട് പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിലൂടെ പാറി പറന്നുകൊണ്ട് കടന്നു പോയാ ആ രാജ്യം ഭരിക്കുന്നവരുടെ ഹൃദയത്തിന്റെ ഉള്ളില് നിങ്ങളോട് വെറുപ്പിട്ട് കൊടുക്കുമെന്ന. അങ്ങനെ വരുമ്പോ ഫസാമൂഹും സൂഅൽ അദാബ്. അല്ലാഹുവിന്റെ വാക്കാണ്, എന്റെ വാക്കോ ഇവിടെ ഇരിക്കുന്ന ഉസ്താമാരെ വാക്കെടുത്ത് കളയാം. അല്ലാഹ് പറയാണ്, ഒരിക്കലും നിങ്ങൾ അല്ലാഹനെ മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, റബ്ബിനെ ഓർത്തുകൊണ്ട് വരണം, നിസ്കാരം മുറുകെ പിടിക്കണം, നോമ്പിന്റെ വഴിയിലൂടെ പോകണം. അല്ലാഹു തന്നതിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാഹ് പറഞ്ഞില്ലേ, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിസ്കാരം നിലനിർത്തണം, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിങ്ങൾ സദഖ ചെയ്യണം. അതാ നിങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കൊടുക്കൂല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫലമാണ് ഈ കാണുന്നേക്ക് മദ്രസയൊക്കെ. നാളെ കിട്ടും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം. അള്ളാഹു എല്ലാവർക്കും ഇത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പൈസ തരണ്ട, അള്ളാഹു ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് വരണം. അങ്ങനെ പേടികളും അദാബുകളും വരുമ്പോൾ അള്ളാഹ് പറയും, ഇതൻ അന്നേരം എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ പേടിപ്പെടുത്തുന്ന വാർത്തകളും കാര്യങ്ങളും വരുന്നൊരു സമയത്ത് ഫലാ തശ്ഗിലൂ അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂക്. അങ്ങനെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ വരുമ്പോൾ മാത്രം നിങ്ങൾ ഒരുമിച്ച് കൂടിയാ പോരാ. പിന്നെന്ത് ചെയ്യണമെന്നറിയോ? വലാകിൻ നശ്ഗിലൂ അൻഫുസകും ബിദ്ദിക്രി വത്തഫറുഗി ഇലയ്യാ. നിങ്ങൾ പടച്ചവനിലേക്കെടുത്തോ, ഒറ്റയ്ക്കും കൂട്ടമായിട്ടൊക്കെ റബ്ബിലേക്ക് ദുആ ചെയ്തുകൊണ്ട് കടന്നു വന്ന അകുഫിക്കും മുലൂകക്കും, നിങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികളെ ഞാൻ ശരിയാക്കി തരാ. പക്ഷേ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, നിങ്ങൾ എന്നെ അനുസരിക്കുന്നവരാകണേ, നിങ്ങൾ സുജൂദ് ചെയ്യുന്നവരാകണേ. എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, കഴിഞ്ഞ റമദാനിൽ കാശ്മീർ പള്ളിയുടെ ഉള്ള മുഴുവനും ഫുള്ളായിരുന്നു. ഇന്ന് മഗ്രിബിന് എത്ര സഫ, ഇശാഇന് എത്ര സഫ. കൂട്ടുകാരാ, റമദാൻ കഴിഞ്ഞപ്പോ മുഴുവനും കഴിഞ്ഞില്ലേ? പെങ്ങളെ,
വീടിന്റെ കത്തട്ടിൽ മുസല്ല വിരിച്ചുകൊണ്ട് ഇരുന്നിട്ട് നിസ്കരിച്ച് ഖുർആൻ ഓതിയ എന്റെ പൊന്നു പെങ്ങന്മാരോടാ ചോദിക്കുന്നത്. ഇന്നെന്തേ പെങ്ങളെ ഖുർആൻ എടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ നമുക്ക് ഓതാൻ കഴിയാത്തത്? എന്തുകൊണ്ട് യാസീൻ ഓതാൻ കഴിയാത്തത്? ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന വാർത്തകൾ കടന്നു വരുമ്പോ പേടിയോടുകൂടി ജീവിക്കുന്നവര് കാലഘട്ടം വന്നാ നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് വരികയും ചെയ്ത അമിനഹുല്ലാ അല്ലാഹു ആ പേടിയെ പടച്ച തമ്പുരാ മാറ്റിത്തരുമല്ലോ. ഇന്നിവിടെ വഅദ് പരമ്പര വെക്കുമ്പോ വഅലിന്റെ രണ്ടാമത്തെ സുദിനത്തിൽ ഇവിടെ ഞാൻ ഇത് പറയുമ്പോ ഖൽബ് കൊണ്ടൊരു തീരുമാനമെടുക്കണം. ശരിയാണു റബ്ബേ, നിസ്കരിക്കാതെ നോമ്പ് നോക്കാതെ അല്ലാഹുവിലേക്ക് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രം കരഞ്ഞാ പറ്റുമോ റബ്ബേ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. ഞാൻ പടച്ചവനിക്ക് വേണ്ടി ദുആരക്കുകയാണ്. അല്ലാഹുവിലേക്ക് രണ്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് വരികയാ എന്ന് പറഞ്ഞ അടിയുറച്ച ഒരു തീരുമാനം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്. അകുഫിക്കും മുലൂക്കക്കും, നിങ്ങളെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്, അവരെ ഞാൻ റെഡിയാക്കി തരാ. അപ്പോ പേടിപ്പെടണ്ട, സങ്കടപ്പെടണ്ട. പിന്നെന്ത് വേണമെന്നറിയോ? അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് അല്ല പറഞ്ഞ വാക്ക് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ നിധിയേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചിന്തിക്കാനുള്ള ഒന്നേ ഉള്ളൂ, പലതും നമ്മളിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ പല പ്രവൃത്തികളും അതിന് കാരണമാണ്. ഞാൻ ചോദിച്ചോട്ടെ, പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഹോസ്പിറ്റലുകൾ കുറവാ, ക്യാൻസർ കുറവാ, അറ്റാക്ക് കുറവാണ്. ഇന്നോ അധിക ആളുകളും പറയും ഉസ്താദെ വല്ലാത്ത സങ്കടാണ്. എന്തുകൊണ്ട്? ഹോസ്പിറ്റലുകൾ മുക്കിന് ഹോസ്പിറ്റലുകളായി, അസുഖങ്ങൾ പെറ്റുപെരുകി. പണ്ടുള്ള ഉമ്മമാരും വാപ്പമാരും ചെയ്തിരുന്ന പലതും നിന്നുപോയി, നന്മകളൊക്കെ നിന്നുപോയി. പണ്ടുള്ള ഉമ്മമാരൊക്കെ എന്താ ചെയ്യാ? ഇവിടെ തന്നെ ഉണ്ടാകും. ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവരെ കൊണ്ട് പറ്റുന്നത് മുഴുവൻ അവരോതും, പറ്റുന്നത് മുഴുവൻ അവർ ചൊല്ലും. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും ബിണ്ടേ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ, കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടി നീക്കുവാനേ, കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. വയസ്സായ വല്യമ്മമാര് പണ്ട് ചെയ്തിരുന്ന പണിയാണ്. ഉളവെടുത്തിരുന്നിട്ട് പറയും, പടച്ചോനെ വീട്ടിന്റെ ഉള്ളിലുള്ള കഷ്ടതകൾ. അവരൊക്കെ വീട്ടിൽ യാസീൻ ഓതിയിരുന്നു. ഇന്ന് എന്റെ ഉമ്മമാരോട്, ചെറുപ്പക്കാരികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കുക, നമ്മളിൽ എത്ര ആളുകൾ വീട്ടിൽ യാസീൻ ഓതുന്നു സന്ധ്യ സമയത്ത്? അതനുസരിച്ച് രോഗം കൂടിയില്ലേ? ഇന്ന് അധികം രോഗം ആർക്കാ? ചെറുപ്പക്കാർക്കാണ്. കൂടിയില്ലേ? അപ്പൊ എന്ത് വേണമെന്നറിയോ? റബ്ബിലേക്ക് അടുക്കണം. അതിനുള്ള സമയം ഇത്, അതിനുള്ള സമയം ഇത്. ഇനി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നാ തന്നെ തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിത്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൽ ലിൽഖൂബതി. നിസ്കരിക്കാൻ വന്നാ തന്നെ നമ്മൾ ചെയ്യുന്ന പണി എന്താ? നേരെ വരും. എല്ലാരും അല്ല, ചിലര് ഒരു സലാം കഴിഞ്ഞു, രണ്ടാം സലാം കഴിയുമ്പോൾ മൊബൈൽ കയ്യിലെടുക്കും. ഉസ്താദ് സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ നമ്മൾ വാട്സപ്പിൽ നോക്കും, ആരാ മെസ്സേജ് അയച്ചത്. ഉസ്താദ് ഇവിടെ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ടാവും. ഇല്ലേ? പിന്നെ എങ്ങനെ നമുക്ക് ഇതുപോലത്തെ പരീക്ഷണങ്ങൾ വരാതിരിക്കുക? അതുകൊണ്ട് സൂക്ഷിക്കണം, നമ്മൾ ഈ കാലഘട്ടത്തെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അവിടുന്ന് മഹാനുഭാവൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നത്. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? അങ്ങനെയുള്ള വാർത്തകൾ ഒരാളുടെ കാതുകളിലേക്ക് കേട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? ഉടൻ തന്നെ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നു. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? അത്തൗബത്തു ഇലല്ലാഹ്.
അല്ലാഹുവിലേക്കുള്ള തൗബയാണ്. പാപ്പമാരെ, ചെറുപ്പക്കാരാ, ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഒരുപാട് പാപത്തിന്റെ കടാവളക്കിന്റെ ചവിട്ടുകൊട്ടയിലൂടെ കടന്നു പോയവരാണ്. അല്ലാഹുവിലേക്കൊന്ന് തൗബ ചെയ്താൽ അല്ലാഹ് പറയാൻ, എന്ത് പരീക്ഷണമാണെങ്കിലും ഞാൻ മാറ്റിത്തരാ. നിസ്കാരം കഴിഞ്ഞിട്ടൊരു 3 അസ്തഗ്ഫിറുള്ളയിൽ നമ്മൾ ഒതുക്കുന്നവരാ. അല്ലാത്തൊരു സമയത്ത് പെങ്ങളെ ഒരു 100 അസ്തഗ്ഫിറുള്ള ചൊല്ലാ നമ്മളെ കൊണ്ട് കഴിയുന്നോ? ഇല്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഏതൊരാഗ്രഹമാണോ, ഏതൊരഭിലാഷമാണോ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിലൂടെ അല്ലാഹു നിറവേറ്റി തരുമെന്ന് പറയുമ്പോ മഹാനായ ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസുകളെ മനപ്പാഠമാക്കിയവരാണ്. 10 ലക്ഷം ഹദീസുകളെ മനപ്പാഠമാക്കിയവരാണ്. മഹാനുഭാവൻ നടക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനെ നടന്ന് ക്ഷീണിച്ചു ഒരു പള്ളിയിലേക്കൊന്ന് കടന്നു പോവുകയാ. നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഒരു പള്ളിയിലൊന്ന് കിടന്ന് ഉറങ്ങാമെന്ന് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവര് പറഞ്ഞു പറ്റൂല, ഇശ കഴിഞ്ഞിട്ട് പള്ളി പൂട്ടണമെന്നാ നിയമമുള്ളത്, അതുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല. ഈ വന്നിട്ടുള്ളത് 10 ലക്ഷം ഹദീസുകളെ മനപ്പാഠമാക്കിയ ഇമാമുന അഹ്മദ് ബിൻ ഹംബലാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇറക്കി വിടുമ്പോ നടന്ന് ചെന്നൊരു വീടിന്റെ വാതിൽക്കൽ മുട്ടുമ്പോ ആ വീടിന്റെ കതകു തുറന്നവരും നാളോട് പറഞ്ഞു, ഇന്നത്തെ ഈ ഒരൊറ്റ രാത്രി ഞാൻ ഇവിടെ കിടക്കുകയാണ്. ഇന്നത്തെ ഒറ്റ രാത്രി ഞാൻ ഇവിടെ കിടക്കുകയാണ്. എന്തേ കുഴപ്പം? അതിനൊരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് ഭക്ഷണം വേണോ? നിങ്ങൾക്ക് എന്ത് വേണോ ഞാൻ തരാ, നിങ്ങൾ കിടന്നോ. വീടിന്റെ അകത്തട്ടിലേക്ക് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു. അന്ന് മഹാനുഭാവന വീടിന്റെ അകത്തട്ടിൽ ദിക്ർ ചൊല്ലുമ്പോ തൊട്ടടുത്തിട്ടുള്ള റൂമിൽ നിന്ന് കേൾക്കുകയാണ്, ഇതിങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോ ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു പോയി, മോനെ, ഇതിനും വേണ്ടി എന്ത് തെറ്റാ ചെയ്തു പോയത്? ഇതിനും വേണ്ടി എന്ത് കുറ്റമാ ചെയ്തു പോയത്? ഇതിനും വേണ്ടി എന്താ നീ ചെയ്തിട്ടുള്ളത്? ആ സമയം ഈ മനുഷ്യൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്ന് വരെ എന്റെ നാവ് കൊണ്ട് ഒരാളെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെയും കളിയാക്കിയിട്ടില്ല, ഒരാളെയും സങ്കടപ്പെടുത്തിയിട്ടില്ല. ഞാൻ എന്തിനാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്നറിയുമോ? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? 10 ലക്ഷം ഹദീസുകളെ മനപ്പാഠമാക്കിയ ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വന്ന് നേരിൽ കാണണമെന്ന്. അങ്ങനെ കണ്ടാ പിന്നെ എനിക്ക് ദുനിയാവിന്റെ പുറത്ത് എനിക്കൊരാഗ്രഹങ്ങളുമില്ല. അതിനു വേണ്ടിയിട്ടാണ്, എന്റെ ഖൽബിന്റെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുമ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, അത് ഞാനാ. നിങ്ങൾ തിരക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ ഉണ്ടല്ലോ, 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമാക്കിയ ആളല്ലേ, അത് ഞാനാ എന്ന് പറയുമ്പോ കെട്ടിപ്പിടിച്ച് മുസാബഹത്ത് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, ഇനി എനിക്കൊരാഗ്രഹമില്ലല്ലോ, ഇനി എനിക്കൊരു അഭിലാഷമില്ലല്ലോ. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നത് മഹാനായ അഹ്മദ് ബിൻ ഹംബലെ കാണണമെന്നായിരുന്നല്ലോ. അത് കണ്ടു റബ്ബേ, വലക്കൽ ഹംദു യാ അല്ലാഹ്, വലക ശുക്ർ യാ അല്ലാഹ്. ഇസ്തിഗ്ഫാറിലൂടെ നമ്മുടെ പാപങ്ങൾ മാത്രമല്ല അല്ലാഹു പൊരുത്തപ്പെടുന്നത്. പെങ്ങളെ, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ? ഭർത്താവിന്റെ കടം, മക്കളുടെ ജോലി, അങ്ങനെ പലതുണ്ട്. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ, അല്ലാഹു എളുപ്പാക്കുന്നാണ്. അതുകൊണ്ട് പറയാൻ, ഇങ്ങനത്തെ കാലഘട്ടങ്ങൾ വരുമ്പോ നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. എങ്കിൽ അല്ലാഹ് പറയാൻ, ഞാൻ റെഡിയാക്കി തരാന്ന. അള്ളാന്റെ വാക്കാൻ നിങ്ങൾ അങ്ങനെ ചെല്ലി നോക്ക്, ചെയ്തു നോക്ക്, ഞാൻ ഏറ്റുന്ന. റബ്ബ് ഏറ്റെടുത്ത പിന്നെ ഇനിയിപ്പോ ആരെ നോക്കണ്ട്? പക്ഷെ അതിന് നമ്മൾ തയ്യാറാകണം.